10 വർഷമായിട്ട് 2011 തുടങ്ങി 2021 പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി 88 ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കുക മാത്രമല്ലല്ലോ 90,000 IT തൊഴിലവസരങ്ങൾ കൊടുക്കണം എന്നതായിരുന്നു ഫ്രെയിംവർക്ക് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തിയത് ആരാണ് എന്നാണ് CP ജോൺ കണ്ടെത്തുന്നത്. നിലവിൽ അങ്ങേക്ക് ഈ ദുബായ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന ടീകോമിൻ്റെ മാതൃ കമ്പനി സംസ്ഥാന സർക്കാരിന് ഇവിടുത്തെ ഓപ്പറേഷൻസ് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഞങ്ങൾക്ക് ആ വിവരങ്ങളില്ല. ഞാൻ ഇന്നൊരു ഇൻസൈഡർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻസൈഡ് ഇൻഫർമേഷൻസ് ഇല്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും മറ്റുള്ള സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് 8 വർഷത്തിന് ശേഷം ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാതെ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്കിനി വയ്യ ഇതിൻ്റെ പുറകെ നടക്കാൻ എന്ന മട്ടിൽ അവർ കേരളം വിട്ടു പോവുകയാണ്. നമുക്കറിയാം പല രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ കരാറുകളുണ്ടായിരുന്നു. നമ്മുടെ വല്ലാർപാടം തന്നെ നമുക്കറിയാം ദുബായ് പോർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ വ്യവസായ മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ കേരളത്തിന് വളരെയധികം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് വർദ്ധിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ MSMEകളുടെ എണ്ണം നോക്കിയിട്ടാണ് പറയുന്നത്. MSME ഒട്ടും മോശമായിട്ടല്ല. ഒരു മെഗാ പ്രോജക്റ്റ് ഇങ്ങനെ കൺസീവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ചെറിയ പ്രോജക്റ്റുകൾ അകത്ത് തുടങ്ങാൻ കഴിയുന്ന ഒരു അംബ്രല്ല പ്രോജക്റ്റ്, അതാണല്ലോ സ്മാർട്ട് സിറ്റി. ആ സ്മാർട്ട് സിറ്റി നിർത്തിപ്പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ ആരുടെ ഭാഗത്താണ് വീഴ്ച? വീഴ്ച വരുത്തിയവരാണല്ലോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അപ്പോൾ വീഴ്ച വരുത്തിയത് ഈ കമ്പനിയാണെങ്കിൽ ആ കമ്പനി കേരള ഗവൺമെൻറ്റിനാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. കാരണം നമുക്ക് അത്ര എല്ലാ എഗ്രിമെൻറ്റുകളിലും ഒരു സാധാരണ ഒരു ഫ്രൈറ്റ് വരുന്ന ഒരു കപ്പലിൽ ഒരു സാധനം കൊണ്ടുവരുന്ന ഒരു ചരക്ക് കൊണ്ടുവരുന്ന എഗ്രിമെൻറ്റിൽ പോലും അതിൽ ആര് വീഴ്ച വരുത്തിയാൽ ആര് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊരു ക്ലോസ് ഉണ്ടായിരിക്കും. ആ ക്ലോസ് പ്രകാരം കേരള ഗവൺമെൻറ് നഷ്ടപരിഹാരത്തിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ വളരെ അതിൻ്റെ മീനിങ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കേരള ഗവൺമെൻറ് നഷ്ടം വരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് കേരളത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും കോൺട്രാക്ടർമാർ ഇട്ടുപോയിട്ടുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തം നമ്മൾ ചോദിക്കാറുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടാണ് ചോദിക്കുക. ആ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്തം കോൺട്രാക്ടർക്കാണ്. ഇതിനിപ്പോൾ ഇവിടെ വിചിത്രമായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരാളെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 8 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വ്യാവസായിക മേഖലയിലെ ഇടപെടലിൻ്റെ ഏറ്റവും ദയനീയമായൊരവസ്ഥയാണ് ഈ വിട്ടുപോകലിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. Debate with Dr. Arun Kumar.